ഗുരുവായൂർ ഏകാദശി ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ആദിശങ്കരന്റെ നിർദ്ദേശാനുസരണമാണ് ഗുരുവായൂരിൽ ഉദയാസ്തമന പൂജ ആരംഭിച്ചതെന്നും ചിറളയം കോവിലകമാണ് ഉദയാസ്തമന പൂജ ഏറ്റെടുത്ത് നടത്തിയതെന്നും ഹർജിക്കാർ കഴിഞ്ഞ ദിവസം വാദം ഉന്നയിച്ചിരുന്നു. സുധേഷ് ഗോപാൽ ചേരുന്നു. സുധേഷ്, ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം ദിനമാണ് ഹർജിക്കാർ വിശദമായ വാദഗതികൾ തന്നെയാണ് ഉയർത്തുന്നത്. ഇന്നത്തെ നിയമ നടപടികൾ എപ്രകാരമായിരിക്കും മുന്നോട്ട് പോവുക? ഇതിൽ ഓരോ വൃശ്ചിക മാസത്തിലും നടന്നു വന്നിരുന്ന പൂജയാണ് ഇപ്പോൾ തുലാമാസത്തിലേക്ക് മാറ്റിയത്. അത് തന്ത്രിയുടെ കൂടി നിർദ്ദേശത്തിലാണ് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. എന്നാൽ തന്ത്രി കുടുംബമടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇത് ആചാരം കൂടിയാണ് എന്നതാണ് ഏറ്റവും പ്രധാനമായി പറയുന്നത്. എന്നാൽ ഇതിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്ന ഒരു നിലപാട് അത് ഭക്തരെ പരമാവധി കയറ്റുക, അതിലൂടെ വരുമാനം കണ്ടെത്തുക എന്ന നിലയിലേക്ക് പോകുമ്പോൾ അത് വിശ്വാസത്തെ ഹനിച്ചുകൊണ്ടാവരുത് എന്നതാണ്. അത് വലിയ രീതിയിൽ അവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് തന്നെ ദോഷമുണ്ടാകുന്ന തരത്തിലാകുമെന്നതാണ് ഈ തന്ത്രി കുടുംബം അടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രീതിയിൽ ഉള്ള ഒരു ദേവസ്വം ബോർഡിന്റെ സമീപനം അത് ലാഭേച്ഛയോടുകൂടിയുള്ളതാണെന്നതാണ് വിമർശനമായി ഉയരുന്നതും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കുന്നത്. അവിടെ വിശ്വാസത്തിനും ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിനും പരിഗണന നൽകണമെന്ന ആവശ്യമാണ് ഉയരുന്നതും. ഇതിൽ എന്ത് നിലപാടാവും ഹൈക്കോടതി കൈക്കൊള്ളുക എന്നത് ഏറെ നിർണായകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നിരവധി തവണ മാറ്റിവെച്ചുവെങ്കിൽ കൂടി ഇന്ന് ഇതിലൊരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതി എത്തുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് കൃത്യമായി തന്നെ തന്ത്രി കുടുംബം ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് പറയുന്നത് ഇത് അത്തരത്തിലല്ല, പരമാവധി ക്ഷേത്രനട അടച്ചിട്ടുകൊണ്ട് ഭക്തർക്ക് തിക്കും തിരക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അതിന് തന്ത്രിയുടെ അനുമതിയും ലഭിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. എന്നാൽ അത്തരത്തിൽ ഭക്തരെ കൂടുതൽ കയറ്റുകയല്ല ചെയ്യേണ്ടത്. ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ അത് കൃത്യമായി തന്നെ നടത്തുകയാണ് എന്നത് തന്നെയാണ് ആവശ്യമായി വരുന്നതും. ആ ഒരു വിഷയത്തിലാണ് ഇന്ന് ഹൈക്കോടതി വാദം കേട്ട് അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ നിലനിൽക്കുന്നത്. രോഹിണി.